ഫ്രാൻസിലെ പെരണീസ് പർവ്വത നിരകളിൽ ഗേർ പർവ്വതത്തിനടുത്തുള്ള ഗേവ് നദിയുടെ തീരത്ത് ഒരു ഗ്രാമമുണ്ട്, ലൂർദ്. ഗേർ 1856 തന്റെ 15ാം പിറന്നാളിന് ബെനഡിറ്റ അവളുടെ ആഗ്രഹം തന്റെ യജമാനത്തിയെ അറിയിച്ചു. ലൂർദിലേക്ക് തിരികെ പോകുവാൻ തന്നെ അനുവദിക്കണം. മേരി അരവാന്തിന്റെ സമ്മതത്തോടെ വീട്ടിലെത്തിയ അവളെ അമ്മ ഒരിക്കൽ വിറക് പെറുക്കാനായി അയച്ചു. ഗേവ് നദിയുടെ തീരത്ത് സഹോദരി മേരിയോടൊപ്പമാണ് വിറക് പെറുക്കുവാൻ അവൾ പോയത്. ഒരു ഫെബ്രുവരി 11 അവർക്കൊപ്പം കസിൻ ജോൺ അംബാരിയും ഉണ്ടായിരുന്നു. ഒരു സുന്ദരിയായ സ്ത്രീ ഇറങ്ങി വരുന്നു. അവർ പുഞ്ചിരിച്ച് ബെനഡിറ്റയെ വിളിച്ചു. അവളുടെ ഭയം പെട്ടെന്ന് വലിയൊരു ആത്മവിശ്വാസമായി ബെനഡിറ്റ ജപമാല ചൊല്ലി തുടങ്ങി. ആ സ്ത്രീയും കൊന്തമണികൾ ഉരുട്ടിക്കൊണ്ടിരുന്നു. പല പ്രാവശ്യവും ഗ്രോട്ടോയിലേക്ക് പോയി. അപ്പോഴെല്ലാം ആ സ്ത്രീയും അവളെ കാത്തു നിന്നിരുന്നു. 1858 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 16 വരെ 18 തവണ ഈ കൂടിക്കാഴ്ചയുണ്ടായി. ഫെബ്രുവരി 24 നാഥ വിലാപസ്വരത്തിൽ ബെനഡിറ്റയോട് പറഞ്ഞു. പരിഹാര പ്രവൃത്തികൾ. അമ്മയുടെയും ബെനഡിറ്റയുടെയും തേങ്ങലുകൾ കാണികൾ കേട്ടു. പിറ്റേന്ന് പ്രത്യക്ഷപ്പെടലിനോടൊപ്പം ഒരു അത്ഭുത ഉറവയും ഉണ്ടായി. അന്ന് ഗ്രോട്ടോയുടെ ഇടതുവശത്ത് അമ്മ കാണിച്ചു കൊടുത്തിടത്ത് അവൾ മണ്ണ് നീക്കിയപ്പോഴാണ് ഉറവ ഒഴുകിയത്. 25 ബെർണഡിറ്റ ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? അവൾ പറഞ്ഞു, ഞാൻ അമലോത്ഭവമാണ്. ദർശനം കഴിഞ്ഞ ഉടനെ അവൾ ഓടി വികാരിയച്ഛന്റെ അടുത്ത് ചെന്നു. അവൾ പറഞ്ഞു, സ്ത്രീയുടെ പേര് അമലോത്ഭവം എന്നാണ്. വികാരിയച്ഛന് ബോധ്യമായില്ല. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് ഓർത്തു, 4 വർഷം മുമ്പാണ് 9ാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ഈ കുട്ടി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അച്ഛന് തോന്നി. ഈ ഉറവയിൽ നിന്നും കുടിക്കുക, ഇതിൽ കഴുകുകയും ചെയ്യുക. ലൂർദിന്റെ സന്ദേശം ഏതു മതത്തിൽപ്പെട്ടവർക്കും അഭയം അരുളുന്നതാണ്, പകരുന്നതാണ് ലൂർദിലെ ഉറവ. ഇവിടുത്തെ അത്ഭുതങ്ങൾ എത്രയോ പേരുടെ വിശ്വാസത്തെ സുദൃഢമാക്കി. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.